കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കുര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവിടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ച്, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ പ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുകെ പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗവും ആദ്യ വായനയും ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ വളരെ കാതലായൊരു സന്ദേശം ഇന്ന് വായനകളിലൂടെ സഭ നമുക്ക് തരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവിക പ്രവർത്തികളുടെ മുമ്പിൽ, ദൈവസ്വരത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഹൃദയം കഠിനമാക്കാനും പറ്റും. അതുപോലെ തന്നെ ദൈവത്തെ കാണാൻ, ദൈവത്തെ സ്വന്തമാക്കാൻ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നവീനമായ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ചെയ്തിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവത്തെ അറിയാൻ, ദൈവത്തെ കണ്ടുമുട്ടാൻ, ദൈവാനുഭവം പ്രാപിക്കാൻ നമുക്ക് പറ്റും. ആദ്യ വായന ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. സാമുവേലിനോട് ഇസ്രായേൽ ജനം ഒരു രാജാവിന് വേണ്ടിയിട്ട് ബഹളം കൂട്ടുകയാണ്. ഇസ്രായേലിന്റെ രാജാവായി ദൈവം അവർക്ക് കൂടെയുണ്ട്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നൊക്കെ അവരെ മോചിപ്പിച്ച് കൈപിടിച്ച് നടത്തിക്കൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു ജനത്തെ രൂപപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവന്ന ദൈവം രാജാവായി അവരുടെ മധ്യയുണ്ട്. എന്നിട്ട് ഈ രാജാവിനെ വിസ്മരിച്ചുകൊണ്ട് അവർ മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ നോക്കി, മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ നോക്കി, അവർക്കൊക്കെ രാജാവുണ്ട്, ഞങ്ങൾക്കൊരു രാജാവില്ല എന്ന് പറഞ്ഞ് ഒരു രാജാവിന് വേണ്ടി ബഹളം കൂട്ടുന്ന ഇസ്രായേൽ ജനത്തെയാണ് ആദ്യ വായനയിൽ കാണുക. കർത്താവ് പറഞ്ഞു, നീ ഇനി അവരുടെ ഇഷ്ടം പോലെ ചെയ്യേ. എന്നിട്ട് അവരുടെ ലൈഫിൽ വരാൻ പോകുന്ന, ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അനർത്ഥങ്ങളെ കുറിച്ചാണ് പിന്നീട് അങ്ങോട്ട് കർത്താവ് പറഞ്ഞത്. ദൈവഹിതത്തെ, ദൈവാനുഗ്രഹത്തെ ഇന്നലകളിൽ സ്വന്തമാക്കുകയും ദൈവത്തെ രാജാവായി അംഗീകരിക്കേണ്ട, സ്വന്തമാക്കേണ്ട ജീവിത അനുഭവങ്ങളിൽ പലപ്പോഴും നമ്മൾ മനുഷ്യൻ്റെയും ലോകത്തിൻ്റെയും പോപ്പുലാരിറ്റി, അല്ലെങ്കിൽ ലോകം എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കാനുള്ളൊരു ടെൻഡൻസി നമുക്ക് കാലക്രമേണ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ആദ്യകാലങ്ങളിലൊന്നും ഉണ്ടാവണമെന്നില്ല. അടിമത്തത്തിലും വേദനകളിലും സഹനങ്ങളിലും ദുഃഖങ്ങളിലൊക്കെ കടന്നപ്പോൾ എങ്ങനെയെങ്കിലും അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നാൽ മതി എന്നായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ ആഗ്രഹം. അന്ന് ഈ ദൈവം കൂടെ നിന്ന് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടും അവരുടെ മുമ്പിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ടും ഒരു ജനത്തെ കർത്താവ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഇപ്പോൾ അവർ ദൈവത്തെ മറന്നിട്ട് ഇപ്പോൾ അവരുടെ ആഗ്രഹങ്ങളും
അവിടെ പ്രതീക്ഷകളൊക്കെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആഗ്രഹമായി, ദൈവത്തെ രാജാവായി അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ജീവിതം പോവുക. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാലക്രമേണ സംഭവിക്കാൻ സാധ്യതയുള്ള ചില അപകടകരമായ ആത്മീയ ജീവിതത്തിന്റെ അവസ്ഥയാണ്. നമ്മുടെ സങ്കടങ്ങളിലും വേദനകളിലും കഷ്ടപ്പാടുകളിലും ഒറ്റപ്പെടലുകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലൊക്കെ ദൈവത്തെ കണ്ണുനീരൊഴുക്കി വിളിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചതിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. ഇതെല്ലാം കഴിഞ്ഞ് ജീവിതം അങ്ങോട്ട് സെറ്റിലായി കഴിയുമ്പോൾ, എല്ലാം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകാൻ തുടങ്ങുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ചതിലും ഉപരി കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് ലൈഫ് അങ്ങോട്ട് സെറ്റിലായി കഴിയുമ്പോൾ പിന്നെ ജീവിതം ഈ അവസ്ഥ വരെ എത്തിച്ച ദൈവത്തെ മറക്കാനും ലോകത്തിന്റെ പ്രവണതകളിലേക്കും ലോകത്തിന്റെ തീരുമാനങ്ങളിലേക്കും ലോകം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് ഒരുപക്ഷെ നമ്മുടെ ജീവിതം കടന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, അവിടെയും ഇതുപോലെ സമാനമായി ചിന്തിക്കുന്നവരുണ്ട്. നിയമജ്ഞര് ചിന്തിച്ചത് അങ്ങനെയാണ്. അവര് ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവരുടെ കൺമുമ്പിൽ നടക്കുന്ന ഒരു അത്ഭുതത്തെ അംഗീകരിക്കാൻ നിയമജ്ഞര് തയ്യാറായില്ല. എന്നാൽ ഈ തളർവാദം ബാധിച്ച് കിടന്നവനെ 4 പേര് കൂട്ടിക്കൊണ്ടുവരുന്നു. അത്രമാത്രം വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി മേൽക്കുര പൊളിക്കുന്നു. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങും മേൽക്കുര പൊളിച്ച് ഒരു രോഗിയെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന നമ്മൾ വേറെ എങ്ങും കാണുന്നില്ല, ഈ തളർവാദ രോഗി ഒഴിച്ച്. അപ്പൊ കർത്താവിനെ കാണാൻ നമ്മൾ ആഗ്രഹിച്ചാൽ, ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ, അത്രമാത്രം ആഴമേറിയ വിശ്വാസത്തോടെ നമ്മൾ ആത്മീയ ജീവിതത്തിൽ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ദൈവത്തെ കണ്ടുമുട്ടുകയും ദൈവത്തിന്റെ പ്രവൃത്തികൾ അനുഭവിക്കുകയും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ സാധ്യമാണെന്നാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും കാതലായ സന്ദേശം. നമ്മളൊക്കെ എങ്ങനെയാണെന്നറിയാം, പാതി വഴിക്ക് വെച്ച് ഇതൊക്കെ മതി, ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇത്രയൊക്കെ അധ്വാനിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ നോർമലായിട്ടുള്ള വഴികളിലൂടെയൊക്കെ അന്വേഷിച്ചിട്ട് ദൈവാനുഭവം ഉണ്ടായില്ലെങ്കിൽ, ദൈവം ഇടപെടുന്ന അനുഭവം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ അവസാനിപ്പിക്കും. അങ്ങനെയല്ല, ദൈവത്തെ കണ്ടുമുട്ടാൻ തക്ക വിധത്തിൽ ദൈവം നമുക്ക് നവീനമായ, നമ്മൾ ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ലാത്ത, ഒരിക്കലും ട്രാവൽ ചെയ്തിട്ടില്ലാത്ത നവീനമായ വഴികൾ ദൈവം നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമുക്ക് തരുന്നതിനാ ദൈവത്തെ കണ്ടുമുട്ടാൻ. ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവാനുഭവം വ്യത്യസ്തമാണ്. ഞാൻ ദൈവത്തെ അനുഭവിച്ചതുപോലെ ആകണമെന്നില്ല അപരൻ അനുഭവിക്കുന്നത്. ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയതുപോലെ ആകണമെന്നില്ല അപരൻ ദൈവത്തെ കണ്ടുമുട്ടുന്നേ. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ തങ്ങളുടേതായ ജീവിതത്തിൽ നവീനമായ, മറ്റുള്ളവർ സഞ്ചരിച്ച വഴികളല്ല, നമുക്ക് ഒരു പുതിയ വഴി ദൈവം തുറന്നു തരികയും അങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടാനും ദൈവത്തെ അനുഭവിക്കാനും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാണാനും അനുവദിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. അതുകൊണ്ട് നിരന്തരമായ നിസ്വാർത്ഥമായ ദൈവസ്നേഹത്തിലുള്ള, വിശ്വാസത്തിലുള്ള, ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഒരാഗ്രഹവും ഒരു യാത്രയും നമ്മൾ ആരംഭിക്കുന്നിടത്ത് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. നിശ്ചയമായി നാമും ദൈവത്തെ കണ്ടുമുട്ടുകയും ദൈവസ്നേഹം അനുഭവിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും. ഈ അനുഭവത്തിനായിട്ട്, ഈ കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.